തിരഞ്ഞെടുക്കപ്പെട്ട ഏത് സർക്കാർ ഭരണം നടത്തിയാലും അത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഉദ്യോഗസ്ഥരാണ്. അതിന് തലപ്പത്തിരിക്കുന്നത് IAS ആരും. ഈ IAS കാരിൽ കുറച്ച് പേർ ഇപ്പോൾ പിണറായി വിജയന് ശക്തമായ എതിർപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് രംഗത്ത് വന്നു. സാറിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നത്? കാരണം ശക്തമായ എതിർപ്പെന്ന് മാത്രമല്ല, അതിനെ എതിർപ്പെന്നതിനേക്കാൾ ഉപരി എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഇതുവരെ ആരും പറയാതിരുന്ന അല്ലെങ്കിൽ ബ്യൂറോക്രാറ്റുകൾ അനുഭവിച്ച അവർ കണ്ട ചില സംഗതികളുണ്ട്. കാര്യം അവർ ആ പുസ്തകത്തിൻ്റെ പേര് തന്നെ ബിയോണ്ട് സിനിസിസം കേരള 2.0 ഇൻസൈറ്റ്സ് ഫ്രോം ഇൻസൈഡേഴ്സ് എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. അതായത് പഴയ അഡീഷണൽ ചീഫ് സെക്രട്ടറിമാരായിരുന്ന PS കുര്യനും T ബാലകൃഷ്ണനും കൂടെ ചേർന്നിട്ടാണ് എഡിറ്റ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് അമിതാഭ് കാമ്പ് തുടങ്ങി നമ്മുടെ ഇപ്പോൾ സർവീസിലുള്ള B അശോക് കുമാർ വരെ അതിനകത്ത് ലേഖനം എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇവരെല്ലാം എഴുതിയിരിക്കുന്ന ലേഖനത്തിനകത്ത് സൂചിപ്പിക്കുന്നത് കേരളത്തിൽ ഈ ഒരു വളരെ പെസിമിസ്റ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ നിഷേധാത്മകമായിട്ടുള്ള വിപരീതാത്മകതയിലൂടെയുള്ള ഒരു സമീപനമാണ് കേരളത്തെ ഈ സാമൂഹികമായ ഒട്ടേറെ നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഈ മരവിപ്പിലേക്കും മുരടിപ്പിലേക്കും ഈ അധപ്പതനത്തിലേക്കും ഈ കേരളത്തിന് വല്ലാത്തൊരു മുരടിച്ചൊരവസ്ഥയുണ്ടല്ലോ, ആ ഒരവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ കാരണം ഈ ഒരു പോളിസിയാണ് എന്നുള്ളതാണ്. ഈ ഒരു നിഷേധാത്മകതയാണ്. അതായത് പിന്നെ എല്ലാവരെയും ശത്രുക്കളായിട്ട് കാണുക. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ഇൻവെസ്റ്റർ വരികയാണെങ്കിൽ ആ ഇൻവെസ്റ്ററെ ശത്രുവായിട്ട് കാണുക. അതിനിടയ്ക്ക് ഈ KN ചന്ദ്രശേഖറുണ്ട്, പഴയ ക്യാബിനറ്റ് സെക്രട്ടറി ആയിരുന്ന നമ്മുടെ പ്ലാനിംഗ് ബോർഡിൻ്റെ വൈസ് ചെയർമാനൊക്കെ തന്നെ KN ചന്ദ്രശേഖറുണ്ട്. ചന്ദ്രശേഖർ പറയുന്നത് മൊണ്ടേക് സിംഗ് അൽവാലി, അതായത് കേന്ദ്ര പ്ലാനിംഗ് ബോർഡിൻ്റെ വൈസ് ചെയർമാൻ്റെ സെക്രട്ടറി ആയിരുന്ന അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അദ്ദേഹത്തിന് ഒരിക്കൽ തിരുവനന്തപുരത്ത് അദ്ദേഹം കൊണ്ടുവന്നതിൻ്റെ അദ്ദേഹമാണ് ഇതിൻ്റെ ഈ വിഴിഞ്ഞം പോർട്ടിൻ്റെ അതിൻ്റെ നടപ്പുവശത്തേക്ക് കാര്യങ്ങളെ നീക്കിയത് അദ്ദേഹമാണെന്നാണ് പറയുന്നത്. സാങ്കേതികമായിട്ട് തടസ്സങ്ങളെല്ലാം മാറ്റിയതിൻ്റെ ആദ്യം നില ഒരുക്കിയത് അദ്ദേഹമാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, തുടക്കത്തിൽ തന്നെ വളരെ സക്സസ് ആയ ഒരു പോർട്ടാണ് ഏത് വിഴിഞ്ഞം പോർട്ട്. എത്ര വർഷങ്ങൾക്ക് മുമ്പ് വേണമെങ്കിൽ കേരളത്തിന് ഇതാകാമായിരുന്നു. എന്തൊക്കെ സമരങ്ങൾ അതിന്റെ പേര് നടന്നു ഇല്ലേ? അത് നാച്ചുറൽ പോർട്ട്, നാച്ചുറലാണ്, ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അത്ര ആഴമുള്ള സ്ഥലമായിരുന്നു. ഒരു 40-50 വർഷത്തിന് മുമ്പ് വിഴിഞ്ഞം പോർട്ട് നടന്നിരുന്നുവെങ്കിൽ ഇന്ന് ഇന്ത്യയിൽ കേരളത്തിന്റെ ഒരു അവസ്ഥ എന്താകുമായിരുന്നു? അതൊരു സംഗതി മാത്രം. ഇതേപോലെ എന്തെല്ലാം സംഗതി. അപ്പൊ കേരളത്തിൽ ഇതുവരെ വന്നിരുന്ന കേരളത്തിൽ ഇപ്പൊ പോലും ഒരാൾക്കൊരു ഇൻവെസ്റ്റ്മെന്റുമായിട്ട് കേരളത്തിലേക്ക് വരാനുള്ള ധൈര്യമായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അതിൻ്റെ ഇപ്പൊ സർക്കാർ അനുകൂലമായ നിലപാട് പറയുന്നെങ്കിൽ പോലും പൊതു സമീപനം എന്ന് പറയുന്നത്, ഉദാഹരണത്തിന് ഇപ്പൊ കേരളത്തിലെ ഒരു ബിൽഡിംഗ് പെർമിറ്റ് കിട്ടണമെന്നിരിക്കട്ടെ, കൈക്കൂലി കൊടുക്കാൻ തയ്യാറുള്ളവരാണെങ്കിൽ പോലും ഒരു 2 വർഷം ഇല്ലാതെ ഒരു മൾട്ടി സ്റ്റോറി ബിൽഡിങ്ങിനുള്ള ബിൽഡിംഗ് പെർമിറ്റ് കിട്ടത്തില്ല. മറിച്ച് സർക്കാരുമായിട്ട് ചേർന്ന് നടക്കുന്ന, അതായത് ജനങ്ങൾ നോക്കുന്ന സമയത്ത് വളരെ നിഷ്കളങ്കമായിട്ടായിരിക്കും ചിലപ്പോൾ ഒരു പക്ഷേങ്കിൽ മുഖ്യമന്ത്രിയുടെ കൂടെ ഒരു കാറിൽ വന്ന് ഇറങ്ങുന്നതോ, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ അല്ലെങ്കിൽ ഒരു സ്വകാര്യ ജെറ്റിനകത്ത് മുഖ്യമന്ത്രി ആ ജെറ്റിൻ്റെ ഉടമയായിട്ട് എയർപോർട്ടിൽ വരുന്നതൊക്കെ നമുക്ക് നിഷ്കളങ്കമായിട്ട് തോന്നാം. പക്ഷേ അങ്ങനെയുള്ള സ്വകാര്യ സംരംഭകർ ഒരു ബിൽഡിംഗ് പ്ലാൻ അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ മിന്നൽ വേഗത്തിൽ പറന്നുപോയി സാങ്ഷൻ കിട്ടും. അവിടെ പിന്നെ നിയമമൊന്നും ബാധകമല്ല. ഉദാഹരണത്തിന് തൃശ്ശൂർ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന സംഭവം അതാണ്. ഭൂമി തരം മാറ്റലിൻ്റെ സംഭവം സബ് കളക്ടറുടെ മുമ്പിൽ ചെന്നപ്പോഴത്തേക്ക് നെൽപ്പാടം തരം മാറ്റി കൊടുത്തു അല്ലേ? അപ്പം ഈ രീതിയിലുള്ള ഒരു വശത്ത് നടക്കുന്നു, മറുവശത്ത് ഈ പറഞ്ഞതുപോലെ നിഷേധാത്മകതയാണ്. അപ്പം ഇത് ഉദ്യോഗസ്ഥരെയും ബാധിച്ചിട്ടുണ്ട്. കൈക്കൂലി ഇല്ലാതെ ഒരു സംഗതി നടക്കില്ല എന്നുള്ളത് ഇവിടെ എല്ലാ മനുഷ്യർക്കും അറിയാവുന്ന സംഗതിയാണ്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയിലാണ് കേരളത്തിൻ്റെ ഈ മുരടിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ അകത്തു നിന്ന് കണ്ടവരാണ് ഈ IAS ഉദ്യോഗസ്ഥന്മാരും. അല്ലെങ്കിൽ നേരത്തെ തന്നെ ഈ N പ്രശാന്ത് IAS ഉദ്യോഗസ്ഥൻ, അദ്ദേഹം ആദ്യം തന്നെ ചില എതിർപ്പുകളൊക്കെ രേഖപ്പെടുത്തി ഇറങ്ങി. അന്ന് ചീഫ് സെക്രട്ടറി ആയിട്ട് വരാൻ പോകുന്ന ആളിനെക്കെതിരെയാണ് നിലപാടെടുത്തതെന്ന് പറഞ്ഞിട്ടാണ്. പിന്നെ അവർ തമ്മിലുള്ള ചീത്ത സമയം ഇപ്പോഴും ഈ പ്രശാന്ത് ഫേസ്ബുക്കിൽ പല കുറിപ്പുകളും ഇടുന്നുണ്ട്. അതിനെതിരെ ഇപ്പോൾ സർക്കാർ നടപടി എടുക്കുന്നുണ്ട്. പക്ഷെ ഒന്നും സംഭവിക്കുന്നില്ല. അപ്പോൾ അത്തരത്തിൽ ചില IAS ഉദ്യോഗസ്ഥർ പറയുന്ന കാര്യങ്ങൾ കൃത്യമാണെന്നുള്ള ഒരു ബോധ്യം ജനങ്ങൾക്കുണ്ടാകുന്നില്ല. ഉദാഹരണത്തിന് ഇപ്പം അത് സമർത്ഥന്മാരായ IAS ഓഫീസർമാർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഉദാഹരണത്തിന് ഈ പ്രശാന്ത് സമർത്ഥനാണ് അല്ലേ? അദ്ദേഹത്തിൻ്റെയൊക്കെ ഏറ്റവും നല്ല, അദ്ദേഹത്തിൻ്റെ ഈ ഒരു IAS ഓഫീസറെ സംബന്ധിച്ചിട്ട്
ഈ വളരെ ക്രിയാത്മകമായിട്ടും ചടുലമായിട്ടും പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു സമയമാണ് ഈ സമയം. അതെ, എത്ര വർഷമായിട്ട് അയാൾ വെറുതെ വീട്ടിലിരിക്കുകയാണ്, വെറുതെ ഇരിക്കുകയാണ്. അല്ലേ? അതെ. അതുപോലെ തന്നെ ഡോക്ടർ ബി അശോക് ഉം. വളരെ സമർത്ഥനായ ഉദ്യോഗസ്ഥനാണ്. പക്ഷെ അവസരം കൊടുക്കില്ല. അവസരം കൊടുക്കുന്നില്ല. അദ്ദേഹമൊക്കെ ഉള്ള സമർത്ഥന്മാരാണ്. ഇങ്ങനെയുള്ള ഈ സമർത്ഥന്മാരെ ഒരു ഭാഗത്തേക്ക് ഒതുക്കുകയും ഈ പറഞ്ഞ തങ്ങളുടെ ഇഷ്ടം അറിഞ്ഞുകൊണ്ട് നടപ്പിലാക്കി കൊടുക്കുന്ന വ്യക്തികളെ കയറ്റി കൊണ്ടുപോവുകയും ചെയ്യുന്നു. ഉദാഹരണത്തിന് CBI അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുള്ള ഡോക്ടർ KM എബ്രഹാം, ഒരു പ്രശ്നവുമില്ല, ക്യാബിനറ്റ് റാങ്കിലാണ് അദ്ദേഹം ഇരിക്കുന്നത്, അതെ അല്ലേ? അതെ. അപ്പൊ ഇത്തരത്തിലുള്ള സംഗതികൾ കണ്ടിട്ടുള്ള, നേരിട്ട് അനുഭവിച്ചിട്ടുള്ള വ്യക്തികളായിരിക്കാം ഈ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ. അതുകൊണ്ടാണ് ഇൻസൈറ്റ് ഫ്രം ഇൻസൈഡേഴ്സ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ കേരളം, അപ്പൊ അമിതാഭ് കാന്തിന്റെ ഒരു ലേഖനം ഉണ്ട് അതിനകത്ത്. അപ്പൊ അയാൾ പറഞ്ഞിരിക്കുന്നത് ഇതാണ്, ഇപ്പൊ കോൺഗ്രസ് ആണെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആണെങ്കിലും ഇത് രണ്ടു കൂട്ടരും തമ്മിൽ വലിയ ഈ സമീപനത്തിന് വ്യത്യാസമല്ല വലുതായിട്ട്. എല്ലാവരുടെയും പ്രാഥമികമായ സംഗതി കാരണം എന്ന് വെച്ചാൽ, ഇപ്പൊ കോൺഗ്രസ് ഭരണത്തിരിക്കുമ്പോൾ ഒരു പ്രോജക്റ്റ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആദ്യം അതിനെ CPM എതിർക്കും, അല്ലേ? എതിർത്തേ പറ്റുള്ളൂ. ഇപ്പൊ ഉമ്മൻചാണ്ടി തന്നെ എന്തെല്ലാം പ്രതിസന്ധികളും അദ്ദേഹം വ്യക്തിപരമായ ആക്ഷേപങ്ങളും നേരിട്ടിട്ടാണ് വിഴിഞ്ഞം പദ്ധതി ആയിട്ട് മുമ്പോട്ട് പോയത്. അല്ല, ഉമ്മൻചാണ്ടി ഈ AK ആന്റണി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ മുതൽ ഈ പദ്ധതിയായിട്ട് വരുന്നുണ്ട്. പക്ഷെ അതിനു മുമ്പുണ്ട്, MP രാഘവന് മുമ്പ്, വളരെ മുമ്പ് തന്നെ ഉണ്ട് സംഗതി. അപ്പൊ ഈ വികസന വിരോധി ആരായിരുന്നു അന്ന് മുതൽ നിന്നത്? അതാണ് പാർട്ടിക്കാർ തന്നെയല്ലേ? അതെ. അപ്പൊ ഇത് ഇവിടുത്തെ ഒരു പൊതു സമീപനമാണ്. അത് നമ്മുടെ ഈ ദൗർഭാഗ്യവശാൽ ഈ കമ്മ്യൂണിസ്റ്റ് ആശയം അതിനെ നമ്മൾ ഒരു കാലഘട്ടത്തിൽ വലിയ പുരോഗമനമായിട്ട് ഇങ്ങനെ തലയിൽ കൊണ്ടുവന്നു. കാര്യം പെട്ടെന്ന് റീസണബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്, നമ്മുടെ സാമാന്യ ബുദ്ധിക്ക് തോന്നുന്ന കാര്യങ്ങളാണ് അന്ന് ഇത് മുമ്പോട്ട് വെച്ചത്. അപ്പോൾ അത് സ്വീകരിക്കപ്പെടും. അതാണ് പറ്റിയ അപകടം. അന്നിത് വെച്ച നേതാക്കന്മാരാകട്ടെ എങ്ങനെയുള്ള നേതാക്കന്മാരായിരുന്നു? സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആ ചൂളയിൽ എന്താ പറയുക ഊതിക്കാച്ചിയ കോൺഗ്രസ് നേതാക്കന്മാരാണ് പിന്നീട് CPM കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലേക്ക് വന്നത്. അപ്പോൾ അവരുടെ ആ ഒരു പഴയകാല വിശ്വാസ്യതയും അവരുടെ ആ ഒരു വ്യക്തിത്വ പ്രഭാവവും കൂടെ അതിനകത്തേക്കാണ് കമ്മ്യൂണിസം പ്രവേശിച്ച് ഇതങ്ങോട്ട് പറഞ്ഞത്. പക്ഷെ അതൊരു തുടർച്ചയായിട്ട് വന്നിട്ട് എന്തായി? എന്ത് സംഭവം ചെയ്തു കഴിഞ്ഞാൽ കൊടി ഉയർത്തുക എന്നുള്ളൊരു രീതിയിലേക്ക് കേരളം മാറി. അതേപോലെ തന്നെ ഡോക്ടർ MS വല്യത്തൻ, അദ്ദേഹം ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചപ്പോൾ അദ്ദേഹം നേരിട്ടിട്ടുള്ള ഒരു പ്രതിസന്ധികളെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അദ്ദേഹം ഒരു ഭയങ്കരമായ ഒരു കേരളം കണ്ടിട്ടുള്ളതിൽ ഏറ്റവും വലിയൊരു രാഷ്ട്രീയ നേതാവിനേക്കാൾ തന്ത്രപരമായ ചില സമീപനങ്ങൾ എടുത്തുകൊണ്ട് മാത്രമാണ് 70കളുടെ മധ്യത്തിൽ ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടോടെ സ്ഥാപിക്കാൻ കാരണം. അതായത് നമ്മുടെ ഈ മനു എസ് പിള്ളയുടെ ക്രോണിക്കിൾസ് ഓഫ് ട്രാവൻകൂർ പാലസ്, അല്ലേ? ആ ഒരു പുസ്തകം ഉണ്ടല്ലോ, അതിനകത്ത് വളരെ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ വളരെ അങ്ങനെയൊക്കെയുള്ള അപൂർവം ചില പ്രതിഭകൾ ഉണ്ടായതുകൊണ്ട് ഇപ്പോൾ ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് പോലുള്ള ഡോക്ടർ MS വല്യത്തൻ ഉള്ളതുകൊണ്ട് ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് പോലും ഒരു സ്ഥാപനം ഉണ്ടായി. അതുപോലെ എത്രയെത്ര സ്ഥാപനങ്ങളും എത്രയെത്ര സമീപനങ്ങളും കേരളത്തിന് എടുക്കാമായിരുന്നു. അപ്പോൾ ഭാവിയെക്കുറിച്ച് കൃത്യമായ കാഴ്ചപ്പാടുള്ള ഉദ്യോഗസ്ഥർക്ക് ഒന്നും തന്നെ അവസരം കൊടുക്കാതെ ഒരു സർക്കാരിനെ താങ്ങുന്നത് ആരാണോ അവരെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ മറ്റൊരു കാര്യം, ഈ സർക്കാരിന് ജനങ്ങളുടെ ക്ഷേമത്തെ മുൻനിർത്തി എന്തെങ്കിലും തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. കാരണം ഉദാഹരണത്തിന് ഇന്നിപ്പം ഗവൺമെന്റ് നടത്തുന്നത് തന്നെ ഈ ടാക്സ് നമ്മുടെ കയ്യിൽ നിന്ന് പിരിച്ചിട്ട് സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ വേണ്ടി മാത്രമാണ്, അല്ലേ? ഇത്രയും സർക്കാർ ജീവനക്കാർ എന്തിനാണ്? ജനങ്ങളുടെ കാര്യങ്ങൾ നോക്കാൻ, സ്റ്റേറ്റിന്റെ ഭരണം നടത്താനുമാണ്. അതിന് പ്രയോറിറ്റി ഇല്ലാണ്ടായി. മറിച്ച് സർക്കാർ ജീവനക്കാർക്ക് ഏത് വിധേനയും ശമ്പളം കൊടുക്കുക, അവരുടെ DA കൂട്ടി കൊടുക്കുക, കുടിശ്ശിക കൊടുക്കുക, പിന്നെ അവരുടെ ക്ഷേമങ്ങൾ നോക്കുക എന്നുള്ളതിലേക്ക് ചുരുങ്ങിപ്പോയി സർക്കാരിൻ്റെ ഭരണം എന്ന് പറഞ്ഞാൽ. മറ്റൊന്ന്, എന്തിനാണ് ഇത്രയും വലിയൊരു സർക്കാർ സംവിധാനം? ഒന്ന് ആലോചിച്ച് നോക്കി. ഇന്ന് ഇത്രയും ടെക്നോളജി ഡെവലപ്പ് ചെയ്ത സ്ഥിതിക്ക് കാലം മാറി, നമ്മൾ മാറി ചിന്തിച്ചേ പറ്റൂ. നമ്മളുടെ റിസോഴ്സസ് ഏതാനും വരുന്ന ലക്ഷം ജനങ്ങൾക്ക് അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥർക്കായിട്ട് മാത്രം നീക്കിവെച്ച് കൊടുക്കാനുള്ളതല്ല. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മുടെ പേയ്മെൻറ്റ് സിസ്റ്റം എടുത്ത് നോക്കുക, UPI, അതേപോലെ തന്നെ പിന്നെ ബാങ്കുകളുടെ ട്രാൻസാക്ഷൻ, അല്ലേ? പണ്ട് നമ്മൾ ഒരു ചെക്ക് വിഡ്രോ ചെയ്യണമെങ്കിൽ ബാങ്കിൽ പോയി ക്യൂ നിന്ന് ടോക്കൺ എടുത്ത് ഇങ്ങനെ ഒരു അര ദിവസം പോയി കിട്ടുമായിരുന്നു. അപ്പം ഇത്രയും മാറ്റങ്ങൾ വന്നു. സെക്രട്ടേറിയറ്റിൽ എന്ത് മാറ്റം വന്നിരിക്കുന്നു? കമ്പ്യൂട്ടർ വന്നു, അതുകൊണ്ട് കൂടുതൽ സമയം ആൾക്കാർക്ക് യൂണിയൻ പ്രവർത്തനത്തിന് സമയം കിട്ടുന്നു, അല്ലേ? ഇപ്പം എന്തിനാണ് എനിക്കറിയാൻ വേണ്ടി ചോദിക്കുകയാണ്, എന്തിനാണ് ഇപ്പം നമുക്ക് അസിസ്റ്റന്റ് ഗ്രേഡ് തുടങ്ങിയ സെക്ഷൻ ഓഫീസർ, സൂപ്രണ്ട്, ഇങ്ങനെയുള്ളൊരു സംഗതി അതിൻ്റെ ആവശ്യം എന്താണ്?
അതിമനോഹരമായിട്ട് ടെക്നോളജി ഇല്ലേ? അതെ. ഇത്രയും സാധനങ്ങൾ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഇത് ഈ ഒരു ഘടകങ്ങളൊക്കെ മാറ്റി ഡിസിഷൻ മേക്കേഴ്സ്, വിവേചന ബുദ്ധി ഉപയോഗിച്ച് തീരുമാനമെടുക്കേണ്ട പൊസിഷൻസ് മാത്രമേ ആവശ്യമുള്ളൂ. ബാക്കിയുള്ളതെല്ലാം ശരിക്കും ചെയ്തു കഴിഞ്ഞാൽ ഈ മനുഷ്യരെക്കാട്ടി വൃത്തിയായിട്ട് കാര്യങ്ങൾ നടക്കുകയും പിന്നെ ഒരു ഫയൽ ഒരു മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത് പോലെ ജീവിതങ്ങളൊക്കെ സുഗമമാവുകയും ചെയ്യും. അപ്പൊ ഇത് ഇത്രയും ജീവനക്കാരുടെ ആവശ്യമുണ്ടോ? അതൊക്കെ ഈ പുസ്തകത്തിൽ റിഫർ ചെയ്യുന്നുണ്ട്, അവർ ഡിസ്കസ് ചെയ്യുന്നുണ്ട് സാധനം. കാര്യം ഇത് പിന്നെ അതുപോലെ പെൻഷൻ കൊടുക്കുന്ന കാര്യം, അത് ഡോക്ടർ അശോകിന്റെ ലേഖനത്തിലാണെന്ന് സൂചിപ്പിച്ചിരിക്കുന്നത്. അതായത് ഈ പിന്നെ ഭീമമായ പെൻഷൻ കൊടുക്കേണ്ട ആവശ്യകതയുണ്ടോ ഇല്ലയോ റിട്ടയർ ചെയ്യുന്നവർക്ക്? അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് വിഷയങ്ങളെ നമ്മളിതിനെ യാഥാർത്ഥ്യത്തോടെ കണ്ടേ പറ്റൂ. ഇത്രയും വലിയൊരു ഔദ്യോഗിക സംവിധാനത്തിൻ്റെ ആവശ്യം ഇപ്പോൾ ഇല്ല. അപ്പം നമ്മൾ ഇത് കേൾക്കുന്ന സമയത്ത് സർക്കാർ ജീവനക്കാരായ ആൾക്കാർക്ക് ഇത് സ്വീകാര്യമായി തോന്നത്തില്ല. പക്ഷേ ഇതിനെ എന്തെങ്കിലും ഒരിക്കലും അക്സെപ്റ്റ് ചെയ്തെങ്കിലേ പറ്റൂ. അപ്പോൾ അത്തരം ചില യാഥാർത്ഥ്യങ്ങളിലേക്ക് ഇവർ അകത്തു നിന്ന് കണ്ടുകൊണ്ട്, അകത്തു നിന്ന് കണ്ട വ്യക്തികളാണല്ലോ, അല്ലേ? അത് ഞാൻ വിശദമായിട്ട് അതിൻ്റെ ഈ റിപ്പോർട്ടുകൾ മാത്രമേ വായിച്ചുള്ളൂ. അല്ല, എന്തായാലും ശരിക്കും പറഞ്ഞാൽ പിണറായിയെ തുറന്നു കാണിക്കുന്ന കുറച്ച് IAS ഉദ്യോഗസ്ഥർ എന്ന് വേണമെങ്കിൽ പറയാം, അല്ല? ഇപ്പോഴത്തെ ഒരു കാര്യം കൂടെ പിണറായിയെ തുറന്നു കാണിക്കുന്നുണ്ട്. അതോടൊപ്പം അദ്ദേഹത്തിന്റെ പ്രസ്ഥാനം കേരളത്തെ പിന്നോട്ടടിച്ചതിന്റെ ചരിത്രവും അവർ വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ കേരള 2.0 എന്നാണ് എഴുതിയിരിക്കുന്ന സംഗതി. പക്ഷെ അതോടൊപ്പം തന്നെ ഈ സമീപനം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കേരളത്തിൽ നട്ടു വളർത്തി തലപ്പിച്ച് വെച്ചിരിക്കും. ഇപ്പോഴും അത് ശക്തമായിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ ഒരു തുറന്ന അകത്ത് നിന്നവർ ഇൻസൈറ്റ്സ് ഫ്രം ഇൻസൈഡേഴ്സ് എന്നാണ് പറയുന്നത്. കാര്യം അവർക്കറിയാവുന്നതുപോലെ നമുക്ക് ആർക്കും അറിയില്ല, ഇല്ലേ? അപ്പോൾ അത് വളരെ വ്യക്തമായിട്ട് ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ സർവീസിലുള്ള ഡോക്ടർ അശോക് ഉൾപ്പെടെ അതിനകത്ത് എഴുതിയിട്ടുണ്ട് സംഗതി. ഡോക്ടർ ജേക്കബ് പുന്നൂസ്, അങ്ങനെയുള്ള പ്രധാനപ്പെട്ട സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാരെല്ലാം കൂടെ ചേർന്ന് എഴുതിയൊരു ബുക്കാണ് അത്. അത് വായിക്കേണ്ട പുസ്തകമാണ്. കാര്യം ഞാൻ വായിച്ചിട്ടില്ല. എന്തായാലും നമുക്കത് വായിക്കുമ്പോൾ എന്തായാലും കുറേ നല്ല അകത്തെ അവസ്ഥകൾ നമുക്ക് കേരളത്തിന്റെ അവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. കേരളം എന്തായാലും ഇത് ചർച്ച ചെയ്യട്ടെ, അല്ലേ? തീർച്ചയായിട്ടും ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഈ ഇലക്ഷന് മുമ്പ് ഇത് വിശദമായി, സത്യം പറഞ്ഞാൽ മാധ്യമങ്ങൾ പോലും ഈ വരുന്ന തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇതിന്റെ ഈ അകത്തെ കാഴ്ചകളെ സംബന്ധിച്ചിട്ടുള്ള എന്താണെന്നുള്ളത് വിശദമായ ഒരു ചർച്ചയ്ക്ക് വിധേയമാകണം. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഓരോ മുന്നണിയും എന്ത് തീരുമാനമെടുക്കുന്നു എന്നുള്ളതും കൂടെ ചോദിക്കാൻ പ്രാപ്തമാകുന്ന രീതിയിലേക്ക് ഈ ജനങ്ങളെ മാറ്റുന്ന ഒരു ഉത്തരവാദിത്തം കേരളത്തിലെ മാധ്യമങ്ങൾക്കുണ്ട്. അത് ഏറ്റെടുക്കുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്നാണ്. അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.